ലോക ഹൃദയാരോഗ്യ ദിനം വടകരയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി വടകര റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. വടകര പട്ടണത്തിൽ രാവിലെ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് വടകരയിൽ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വടകരയിൽ സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വടകര അഞ്ചുവിളക്കിന് സമീപത്തു നിന്നും ആരംഭിച്ച കൂട്ടനടത്തം CK നാണു MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. വടകര സഹകരണ ഹോസ്പിറ്റൽ, CM ഹോസ്പിറ്റൽ തുടങ്ങി ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർ, ഏഞ്ചൽ സബ് ടീമും കൂട്ടനടത്തത്തിൽ പങ്കുചേർന്നു. കൂടാതെ വടകരയിലെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന ചടങ്ങ് PP രഞ്ജിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മുമ്പിലെത്തിയത്, അതായത് കേരളം മാത്രം, ഇന്ത്യയിൽ കേരളം മാത്രം മുമ്പിലെത്തിയത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ സേവന മേഖലയിൽ ഇത്രയും വലിയ ഒരു ഔന്നത്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നമുക്കറിയാം മരണനിരക്ക് കുറഞ്ഞതും അതുപോലെ ശിശുമരണ നിരക്ക് കുറഞ്ഞതും വാക്സിനേഷനൊക്കെ കൊടുത്തിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഇവിടെയുള്ളൊക്കെ ആരോഗ്യ പ്രവർത്തകരാണ്, ഞാൻ പറയേണ്ടതില്ല എന്തൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ നടന്നതെന്നും. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇത്രയും ഒരു വലിയ സ്ഥാനം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ വലിയ രാജ്യങ്ങളോടൊപ്പം, അതായത് വികസിത രാജ്യങ്ങളോടൊപ്പം ആദ്യത്തെ 5 രാജ്യങ്ങളോടൊപ്പമായിരുന്നു കേരളത്തിൻ്റെ സ്ഥാനം. ഇന്ത്യ മൊത്തത്തിൽ നോക്കുമ്പോൾ 128-ാം സ്ഥാനമൊക്കെ ഉള്ള സമയത്തും കേരളം 5-ാം സ്ഥാനത്തിൻ്റെ അടുത്ത് നിന്നിരുന്നു. എന്ന് വെച്ചാൽ ഈ 5 രാജ്യങ്ങളോടൊപ്പം തന്നെ കേരളവും നിന്നിരുന്നു. പക്ഷേ ഇന്ന് നമുക്കതിൽ ഊറ്റം കൊള്ളാനാവുകയില്ല എന്നും ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. ഇന്ന് ഈ കാര്യത്തിൽ, അതായത് പകർച്ചപ്പനിയുടെ കാര്യത്തിലായാലും അതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയാണ് ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലും നമ്മൾ നേരിടുന്നത്. അതിനൊക്കെ നമ്മൾ അടിമകളായി മാറിയിട്ടുണ്ട് കേരളം. അതുകൊണ്ട് തന്നെ അന്നുണ്ടായ ഒരു സ്ഥിതി ഇന്നില്ല എന്നുള്ളത് നമ്മൾ ആരോഗ്യ പ്രവർത്തകരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാനിത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു സ്ഥിതി, ഇത് രണ്ടും നമുക്കിന്ന് ഏറ്റവും വലിയ ഭീഷണിയാണ്. അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ബോധവൽക്കരണമൊക്കെ വേണ്ട തരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും നമ്മളിപ്പോഴും കുറേയൊക്കെ ആ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, അതായത് പണ്ട് കാലത്തുള്ള സമീകൃത ആഹാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മിതമായ വ്യായാമം അല്ലെങ്കിൽ മിതമായ വിശ്രമം, ഇതൊക്കെ ചേർന്നുകൊണ്ടുള്ള അതിനെക്കുറിച്ചൊന്നും വലിയൊരു വിചാരമില്ലാതെ അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടെങ്കിൽ പോലും അതൊക്കെ സംസാരത്തിൽ മാത്രമായി പോവുകയും. ചടങ്ങിൽ റോട്ടറി പ്രസിഡന്റ് KR അനൂപ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അഫ്രോസ് മുഖ്യപ്രഭാഷണം നടത്തി. PP രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റോട്ടറി സെക്രട്ടറി സത്യൻ നന്ദി പ്രകാശിപ്പിച്ചു. കൂട്ടനടത്തത്തിൽ K ചന്ദ്രൻ, PK ബൽറാം, ഡോക്ടർ K രാജൻ, K ഹാഷിം, രവീഷ് ജിഷു തുടങ്ങിയവർ നേതൃത്വം നൽകി.